ഹായ്, ഞാനിന്ന് ബസ് കാത്തു നിൽക്കുന്നത് ദുബായിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അല്ല, നമ്മുടെ കൊച്ചിയിലാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കംഫർട്ടബിൾ ആണ്. ഞാനിപ്പം ജോബ് കഴിഞ്ഞ് വരുമ്പം നമുക്ക് പൊതുവെയുള്ള ബസ് സ്റ്റോപ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ക്രൗഡാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഐ എം എ ലൈബ്രറിയൻ, സോ എനിക്ക് കുറച്ച് ബുക്സ് ഒക്കെ റീഡ് ചെയ്യാൻ ഇഷ്ടം. സോ സീംസ് ടു ബി എ ക്വൈറ്റ് പ്ലേസ് ഫോർ റീഡിങ്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്സ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ് തിങ് ആൻഡ് ഇറ്റ്സ് ന്യൂ ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് കംഫർട്ടബിൾ ഐ തിങ്ക്. താങ്ക് യു. കുഴപ്പമില്ല, തുടങ്ങുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പിന്നീട് അറിയാൻ പറ്റുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഓക്കെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം ഇഷ്ടപ്പെട്ട നല്ലൊരു കാര്യമാണിത്. കാരണം നമ്മൾ ഇത്ര സിറ്റിയുടെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം പോരാ, ഒരു ബാത്റൂം അത്യാവശ്യമാണ്. ഇത്രയും രാജഗിരി കോളേജ്, സെൻറ്റ് പോൾസ് കോളേജ്, മറ്റേ പോളിടെക്നിക്ക്, ITI, ഇത്രയും സാധനങ്ങൾ, ഇത്രയും പെണ്ണുങ്ങളിവിടെ വരുന്നുണ്ട്. അതിനുള്ള ആ ഒരു സെറ്റപ്പ് എന്നൊരു ഏത് സർക്കാർ മാറി വന്നാലും നടപടി ഉണ്ടാകുന്നില്ല. അതിനെക്കൂടെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ നിൽക്കാം. നമുക്ക് ഇത്രയും കാലത്തിനകം, ഞാനൊരു 10-35 വർഷം ഇവിടെ താമസിക്കാൻ വന്നിട്ട്, ഇത്രയും കാലത്തിനകം നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഇതുവരെ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷം തന്നെ. ഇതിനൊരു വെയിറ്റിംഗ് ഷെഡ് ആക്കിയതിൽ പോസിറ്റീവായിട്ട് തന്നെ പറയാനുള്ളത്. ആളുകൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ വന്നിരിക്കാനും എല്ലാം നല്ല ഉപയോഗമാണ്. പിന്നെ കുറച്ചും കൂടി സീറ്റിംഗ് കപ്പാസിറ്റി ആക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇപ്പം ചുരുക്കം കുറച്ച് ആൾക്ക് മാത്രമേ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നല്ലോ. ഇരിക്കാനുള്ള സൗകര്യവും അകത്ത് AC അതൊക്കെ ആയതുകൊണ്ട് നല്ലതാണ്. ഇവിടെ സീറ്റ് അധികം കുറവാണ്. പകുതി ആൾക്കാരൊക്കെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതൊക്കെ കുറച്ച് സീറ്റും കൂടെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഇത് സെറ്റാവും. ഈ ഒരു പ്രൊജക്റ്റ് നിപ്പോൺ ടൊയോട്ടയുടെ ഒരു CSR പ്രൊജക്റ്റ് ആണ്, ഇൻ അസോസിയേഷൻ വിത്ത് കേരള സർക്കാർ. ഇതിന് ഇട്ടിരിക്കുന്ന ഒരു പേര് ഒപ്പം, ആൻ ഇനിഷ്യേറ്റീവ് ബൈ P. രാജീവ്, ബഹുമാനപ്പെട്ട മന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. ഫുള്ളി ഒരു സോളാർ പവേർഡ് യൂണിറ്റ് ആണ്. 24/7 ഇലക്ട്രിസിറ്റി ഉണ്ടാവും. പിന്നെ ടോട്ടലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. കാര്യം ഇതിനകത്ത് CCTV ഉണ്ട്. അത് ഡയറക്റ്റ്ലി പോലീസ് സ്റ്റേഷനുമായിട്ട് ലിങ്ക്ഡ് ആണ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വന്ന് ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഇതിൽ ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ കളമശ്ശേരി HMT ജംഗ്ഷനിലാണ്.